തോമസ് കോളേജിന് 75 വയസ്സാവുകയാണ്. വയസ്സാകുമ്പോൾ ആഘോഷിക്കാൻ പറ്റുന്നത് സ്ഥാപനങ്ങൾക്ക് മാത്രമാണ്. മനുഷ്യർക്ക് വയസ്സാകുമ്പോൾ ആകുലതകളാണ്. ഭൂമിക്ക് പോലും കാണെ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ആഘോഷങ്ങളിൽ അഭിരമിച്ചു പോയി നമ്മുടെ ജീവിതം തന്നെ ആഘോഷമായി മാറി. അവിടെ അക്ഷരങ്ങളുടെ ഒരു ഉത്സവം നടക്കുകയാണ്. ഈ അക്ഷരങ്ങളുടെ ഉത്സവം നടക്കുമ്പോൾ ഈ പ്രോഗ്രാം തുടങ്ങാൻ അല്പം വൈകിപ്പോയതിനെ പറ്റി ഒരു വാക്ക് പറയേണ്ടി വരുന്നു. കോളേജില് 20ഓളം ഡിപ്പാർട്ട്മെന്റുകളുടെ ആഭിമുഖ്യത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടും അല്പം താമസം നേരിട്ടു. അതെല്ലാം മാപ്പാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടക്കാം എന്ന് ഞാൻ കരുതുന്നു. അക്ഷരോത്സവം വേദിയിൽ ഇന്നൊരു പുസ്തക പ്രകാശനം നടക്കുകയാണ്. അതോടൊപ്പം ഗ്രന്ഥകർത്താവിനെയും പുസ്തകം പ്രകാശിപ്പിച്ച പ്രകാശം വിതറുന്ന ആ വ്യക്തിയെയും ആദരിക്കുകയും ചെയ്യുന്നു. കൂടുതലൊന്നും ആമുഖമായി ഞാൻ പറയുന്നില്ല, എന്റെ കടമയിലേക്ക് കടക്കുകയാണ്. അതാണ് ഉചിതം എന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ അധ്യക്ഷനായിരിക്കുന്നത് ഡോക്ടർ സിബി ജെയിംസ് ആണ്. കോളേജിന്റെ പ്രിൻസിപ്പളാണ് ഡോക്ടർ സിബി ജെയിംസ്. സെന്റ് തോമസ് കോളേജിലെ 75 വർഷത്തിലേക്ക് എത്തുന്ന സമയത്ത് അതിന്റെ പ്രിൻസിപ്പളായിരിക്കാൻ ഭാഗ്യം ലഭിക്കുക എന്നത് തന്നെ മഹാഭാഗ്യമാണ്. വാക്കിലും പ്രവൃത്തിയിലും അസാമാന്യമായ ചാരുതയാണ് അദ്ദേഹത്തിനുള്ളത്. കൃത്യമായ നിലപാടുകൾ മുൻപന്തിയിൽ നിന്ന് നയിക്കാനുള്ള പാഠവും വാക്കും വാഴുവും രണ്ടല്ലാത്ത വ്യക്തിത്വം, യുവത്വവും കവിത്വവും അദ്ദേഹത്തിനുണ്ട്. അതാണ് ഡോക്ടർ സിബി ജെയിംസ്. ഈ യോഗത്തിന്റെ അധ്യക്ഷ പദവിയിലേക്ക് സ്നേഹാദരങ്ങളോടെ ഞങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുഖ്യമന്ത്രി ഹർഷ ശ്രീകാന്ത് നാടിന്റെ അഭിമാനമാണ്. സൗന്ദര്യ മത്സര വേദിയിൽ ഹർഷയുടെ ആദ്യ റൗണ്ട് നടക്കുന്നത് 2022-ലാണ്. അന്ന് ലുലു ബ്യൂട്ടി ക്യൂനായി അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് അവർ പറഞ്ഞ ഒരു വാക്യം പുതുതലമുറയുടെ മുഴുവൻ പ്രചോദനമായി മാറേണ്ടതായിരുന്നു. മാറിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. സ്വയം വില കുറച്ച് കാണരുത്, നമുക്കുള്ളത് നമ്മളെ തേടിയെത്തും. ഇതായിരുന്നു അവർ പറഞ്ഞത്. ഇത് നമ്മൾ യുവതലമുറ മാതൃകയായി എടുക്കേണ്ട വാക്യങ്ങളാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്യാമറയെ കൗതുകമായി കണ്ട ഹർഷ ഇന്ന് ആത്മാഭിമാനത്തിന്റെ പെൺമുഖമാണ്. മിസ് സൗന്ദര്യ, മിസ് സൗത്ത് ഇന്ത്യ, മിസ് ക്യൂൻ ഓഫ് ഇന്ത്യയുമായി തെരഞ്ഞെടുക്കപ്പെട്ട ഹർഷ ശ്രീകാന്ത് മിസ് വേൾഡായി തീരുന്ന മുഹൂർത്തം, ശുഭമുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങൾ അഭിമാനത്തോടും ആഹ്ലാദത്തോടും കൂടി ഹർഷ ശ്രീകാന്തിനെ പാലാ സെന്റ് തോമസ് കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പഴകിയ പ്രമാണങ്ങൾക്കും ശൈലികൾക്കും ആശയങ്ങൾക്കും വിട നൽകി പുതിയ ദർശനാഭിമുഖ്യമാനത്തിലേക്ക് നമ്മുടെ കോളേജിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന, അതിന് നേതൃത്വം നൽകുന്ന പ്രിൻസിപ്പലിന്റെ ഇടത്തും വലത്തും നിന്ന് ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന 2 വൈദികർ ഉണ്ട്. അവരിൽ ഒരാൾ വേദിയിലുണ്ട്. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാൻഡി കെ തോമസ്. അദ്ദേഹത്തെ എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോളേജ് പ്രസിഡന്റ് മാത്യു ആൽപ്പാട്ടിനെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് ശ്രീ അയ്യൻ തയ്യാറ്റൻകുഴി. വൈദേശികമായ അധീശത്വവും കമ്പോള സംസ്കാരവും ആഗോളീകരണവും കൊണ്ട് മനുഷ്യജീവിതം കലുഷിതമായ ഈ കാലഘട്ടത്തിൽ ഒരു നാടിനെ മുഴുവൻ പ്രകൃതിയോട് ഇണക്കിച്ചേർത്ത് കാനന ക്ഷേത്രം സ്ഥാപിച്ച മാതൃകയായ ഒരു മനുഷ്യ സ്നേഹിയാണ് ശ്രീ അയ്യൻ തയ്യാറ്റൻകുഴി. അദ്ദേഹത്തെ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ വെച്ച് വേൾഡ് ക്ലാസ് ഇന്റർനാഷണൽ മീഡിയ ഗ്രൂപ്പിന്റെ 7ാമത് സോഷ്യൽ മീഡിയ ലിറ്ററേച്ചറിനുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ പാലാ സെന്റ് തോമസ് കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിദ്യാർത്ഥികൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.